എല്ലാവർക്കും ലോഹി സ്റ്റാർ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള സോയാ ചങ്ക്സ് ഫ്രൈ ആണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയാ ചങ്ക്സ് ഫ്രൈ ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. നമ്മൾ സോയാ ചങ്ക്സ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ സോയാ ചങ്ക്സ്, 1 കപ്പ് സോയാ ചങ്ക്സാണ് എടുത്തേക്കുന്നത്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 10 മിനിറ്റ് വരെ നമുക്ക് അതേപോലെ അടച്ച് വയ്ക്കാം കേട്ടോ. കഴിയുമ്പോഴേക്കും നമ്മുടെ സോയ ചങ്ക്സൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നല്ല തണുത്ത വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകി നല്ലപോലെ പിഴിഞ്ഞ് എടുക്കാം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, പെരുംജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, തൈര് 1 ടേബിൾ സ്പൂൺ, കോൺഫ്ലോർ 1/2 ടേബിൾ സ്പൂൺ, അരിപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഒക്കെ ചേർത്ത് കൊടുത്ത് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ലൊരു കോട്ടിംഗ് ഒക്കെ വരുള്ളൂ. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചങ്ക്സ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായിട്ടുണ്ട്. പാനിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് മസാല ചേർത്ത് വെച്ചേക്കുന്ന സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സോയ ചങ്ക്സ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്ന ശേഷം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ മസാല കോട്ടിംഗ് ഒക്കെ പോകും. അപ്പോൾ നന്നായിട്ട് ഒരു സൈഡ് ഫ്രൈ ആയി വരട്ടെ. സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. സോയ ചങ്ക്സ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ആക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഇറങ്ങി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകം, 1/4 ടീസ്പൂൺ അളവിൽ ഇടിച്ച മുളകും, 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കാം.
അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സോയാ ചങ്ക്സ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ സൂപ്പറായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കാം. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിളാക്കി ഓൾ ഒന്ന് കൂടി കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.